എന്താണെന്നറിയോ, ഞാനിങ്ങനെ ഈ ലൈവ് ഷോസിനൊക്കെ പോകുമ്പോഴേ ഒരു ദിവസം ഞാൻ ആലപ്പുഴയിൽ മാരാരി ബീച്ചിൽ ഒരു ഷോയ്ക്ക് പോയി. ഉം. അപ്പോൾ ഒരു അപ്പനും മോനും കൂടിയിട്ട് എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. ഈ മോന് അവനുണ്ടാവും ഒരു 15 വയസ്സൊക്കെ ഉണ്ടാവും. അവൻ്റെ അപ്പൻ ഉണ്ട് ഒരു 35-40 വയസ്സിനടുത്തുള്ള ഒരാൾ. രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട്. 15 വയസ്സുള്ള മോനും അപ്പനും കൂടി മദ്യപിച്ചിട്ടാണ് വന്നേക്കണത്. അപ്പോൾ എനിക്കിത് ഇവനോട് പറയാൻ പറ്റില്ലെന്നേ. അപ്പനും അവനും കൂടിയിട്ട് അടിച്ചിട്ടാണ് വന്നേക്കണത് എന്നെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര ഞങ്ങൾ ചെറുത് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഏട്ടൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈ മോനും കൊണ്ടാണ് വന്നേക്കണത്. അപ്പോൾ എനിക്കിത് അവനോട് പോലും പറയാൻ പറ്റില്ല, നേടാ കുടിക്കലടാ ഇങ്ങനെ ഇത്ര കുഞ്ഞു പ്രായത്തിൽ നിന്ന്. കാരണം ഞാൻ അതിന് കുഞ്ഞു പ്രായത്തിൽ കുടിച്ചു തുടങ്ങിയതാണെന്നേ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എൻ്റെ ഇൻഫ്ലുവൻസ് ഇവരാണ് ഇങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഞാൻ ഈ കുടിക്കുകയും വലിക്കുകയും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അവൻ അങ്ങനെ കുടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരും. അവനറിയാം അതെനിക്ക് ഇഷ്ടാവില്ല എന്ന്, അല്ലേ? ഇത് ഞാനത് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് അവന് ധൈര്യമായിട്ട് അങ്ങനെ എൻ്റെ അടുത്തേക്ക് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റണേ. പക്ഷെ അത് വേടൻ ഇപ്പൊ വേടനെ തിരിച്ചറിയുന്നു. അങ്ങനെ കുട്ടികൾ വരുന്നത് വേടന് ഇഷ്ടമല്ല, അല്ലേ? നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ്. അത് എനിക്കും അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന്, എനിക്ക് പങ്കുണ്ടെന്നേ അല്ലേ, മറമുഖമായിട്ടോ അല്ലയോ. കാരണം ഞാൻ പലയിടങ്ങളിൽ ഞാൻ മദ്യപിക്കുന്ന ആളാണ്. ഞാൻ മദ്യപിക്കുന്ന ആളാണെന്ന് എന്നെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ വേടം വരെ കുടിക്കണു. അപ്പോൾ കൊച്ചുമാൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ചേട്ടൻ കുടിക്കണില്ലേ, എന്നാൽ ഞാൻ കുടിച്ച എന്താ കുഴപ്പമെന്ന് പറയാം. എനിക്കത് പറയാനുള്ളൊരു അതിനുള്ള വോയിസ് ഇല്ല എനിക്ക്. പക്ഷെ എനിക്കിത് കാണുമ്പോൾ എനിക്ക് സങ്കടമാവണം. അതും കൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. എനിക്കിതിൽ നിന്ന് മാറണം എന്ന തീരുമാനത്തിന് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വേടൻ ഒരു ഇൻഫ്ലുവൻസർ ആവുന്ന സാഹചര്യത്തിൽ വേടൻ തന്നെ സ്വയം നിയന്ത്രിക്കാൻ തീരുമാനിക്കുന്നു. നമ്മളത് നിയന്ത്രിച്ചേ പറ്റുമെന്ന്. കാരണം കൊച്ചുകുട്ടികളാണ് നമ്മളെ കാണുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ മുളന്താവിലാണ് ജീവിക്കുന്നത്. എന്നെ ഒരു ദിവസം ഒരു 10-15 പ്രാവശ്യമെങ്കിലും ആൾക്കാർ കാണാൻ വരും. ഈ 10-15 പ്രാവശ്യത്തിൽ 10 പ്രാവശ്യം വരുന്നത് കുഞ്ഞുമക്കളാണ്. സ്കൂളിൽ പോകുമ്പോൾ അവർ വന്ന് കയറിയിട്ട് പോകും, ചേട്ടാ എന്നിട്ട് കാപ്പി കുടിച്ചിട്ട് പോകാറുണ്ട് പിള്ളേർ വന്നിട്ട് ഏർലി മോർണിംഗ്. തിരിച്ചു വരുമ്പോഴൊന്ന് അവരൊന്ന് കയറും, ബുദ്ധനെയൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ട് അവർ പോവാം. അപ്പോൾ ഇവര് നമ്മളെ കാണുകയാണെന്ന് എപ്പോഴും. അപ്പോൾ അവരുടെ മുന്നിൽ ഞാൻ കള്ളു കുടിച്ച് 4 കാലിലൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ അവർ ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ടിട്ട്. ഇപ്പൊ അതുകൊണ്ട് വേടന്റെ ജീവിതത്തിൽ അത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു 2-3-4 മാസത്തോളമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ, കാരണം ഞാനിത് ഈ ലൈവ് ഷോസ് കൂടുതൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ ഞാൻ കാണാൻ തുടങ്ങി. അപ്പം അത് ഇതിൽ ഞാനും കാരണക്കാരനാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇതെന്തെങ്കിലും ചെയ്യണം. പിന്നെ